അമേരിക്കയിൽ ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമായ തൊഴിൽ മേഖലകളിൽ ജോലി നേടാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ആശ്രയിക്കുന്നത് പ്രധാനമായും H1B വിസയാണ്. എന്നാൽ ഇനി H1B വിസക്ക് അപേക്ഷിക്കുന്നതിനുള്ള ഫീസ് ഒറ്റയടിക്ക് 88 ലക്ഷമാക്കി ഉയർത്തിയിരിക്കുകയാണ് ട്രംപ്. അതായത് ശരാശരി 2.5 ലക്ഷം തൊട്ട് 5 ലക്ഷം രൂപ വരെ ഈടാക്കിയിരുന്ന H1B വിസയ്ക്കാണ് ഇപ്പോൾ 88 ലക്ഷമാക്കിയിരിക്കുന്നത്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവരെയാണ് കേട്ടോ ഇത് പ്രധാനമായും ബാധിക്കുക. അമേരിക്കക്കാർക്ക് തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക, അതുപോലെ കുടിയേറ്റം നിയന്ത്രിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് $1 ലക്ഷം വാർഷിക ഫീസ്, അതായത് ഏകദേശം 88 ലക്ഷം രൂപ ഏർപ്പെടുത്താനുള്ള ഉത്തരവില് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. 1990-ലാണ് H1B പ്രോഗ്രാം ആരംഭിച്ചത്. US പൗരന്മാരെയും സ്ഥിര താമസക്കാരെയും കൊണ്ട് നികത്താൻ പ്രയാസമുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള ജോലികൾക്കായി മികച്ച വിദേശികളെ കൊണ്ടുവരിക എന്നതായിരുന്നു പ്രോഗ്രാമിന് പിന്നിലെ ലക്ഷ്യം. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ ജോലിക്ക് ആളുകളെ കണ്ടെത്താൻ പ്രയാസമുള്ളതിനാലാണ് ബിരുദമോ അതിൽ കൂടുതലോ യോഗ്യമുള്ളവർക്കായി ഈ പദ്ധതി ആരംഭിച്ചത്. കുറഞ്ഞ വേതനത്തിന് ജോലിക്കാരെ കിട്ടാൻ അമേരിക്കയിലെ പല കമ്പനികളും ഇത് ഉപയോഗിക്കാറുമുണ്ടായിരുന്നു. ട്രംപ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഉയർന്ന വൈദഗ്ധ്യമുള്ള ജോലികൾക്കായി ഏറ്റവും മികച്ച വിദേശ ഉദ്യോഗാർത്ഥികളെ കൊണ്ടുവരാനാണ് H1B വിസ നൽകുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ വർഷം $60,000 വരെ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള വിദേശ തൊഴിലാളികളെ എത്തിക്കാനുള്ള ഒരു മാർഗമായി ഇത് മാറി. സാങ്കേതിക വിദ്യാ തൊഴിലാളികൾക്ക് സാധാരണയായി US നൽകുന്ന $1 ലക്ഷത്തിൽ പരം ശമ്പളത്തെക്കാൾ വളരെ കുറവാണ് വിസ ഫീസ്. സർക്കാർ തീരുമാനത്തെ ടെക് വ്യവസായം എതിർക്കില്ലെന്നും അവർ വളരെ സന്തുഷ്ടരായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. H1B വിസ അപേക്ഷകരുടെ കണക്കിൽ ഇന്ത്യ മുന്നിലാണ്. ചൈനയും കാനഡയുമാണ് തൊട്ടു പിന്നിൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ ഇത് നെഗറ്റീവായി ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അമേരിക്കയിൽ H1B വിസ വഴി തൊഴിൽ നേടാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് ഇനി എത്തിപ്പിടിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. 10,000-ലധികം H1B വിസകൾ നേടി ആമസോൺ ആണ് ഈ വർഷം മുന്നിട്ട് നിൽക്കുന്നത്. തൊട്ടു പിന്നാലെ ടാറ്റ കൺസൾട്ടൻസി, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഗൂഗിൾ എന്നിവയുമുണ്ട്. കാലിഫോർണിയയിലാണ് ഏറ്റവും കൂടുതൽ H1B തൊഴിലാളികളുള്ളത്.